ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. ശരിക്കും അതിനു മുൻപ് കണ്ടതൊന്നും ഒരു യുദ്ധമേ ആയിരുന്നില്ല എന്നാണ് രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കോടാനുകോടി ജനങ്ങൾ മരിച്ചൊടുങ്ങിയ യുദ്ധം, പല രാജ്യങ്ങളിലെയും ജനസംഖ്യയെ തന്നെ കുറച്ച യുദ്ധം, അത്രമാത്രം പേർ മരിച്ചടങ്ങിയ ഒരു യുദ്ധം ലോക ചരിത്രത്തിൽ മുൻപും ശേഷവും ഉണ്ടായിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് അനവധി കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള 10 രസകരമായ വസ്തുതകൾ, അതിൽ പലതും ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടായില്ല. അതിൽ ഒന്നാമത്തേത്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ സൈനികൻ അയോവയിലെ ആൻഡ്രൂവിൽ നിന്നുള്ള ക്യാപ്റ്റൻ റോബർട്ട് എം ലോസി ആയിരുന്നു. അദ്ദേഹം ഒരു സൈനിക അറ്റാഷയായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. 1940 ഏപ്രിൽ 21 നോർവേയിൽ ജർമ്മൻ വിമാനങ്ങൾ ഡോംബാസ് റെയിൽവേ സ്റ്റേഷനിൽ ബോംബിട്ടപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു. അവിടെ അദ്ദേഹവും മറ്റുള്ളവരും ട്രാൻസ്പോർട്ടേഷനായി കാത്തിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ജർമ്മൻ പട്ടാളക്കാരനായിരുന്നു ലഫ്റ്റനന്റ് വോൺ ഷ്മെലിംഗ്. എന്നിരുന്നാലും യൂറോപ്പിലെ യുദ്ധം അദ്ദേഹം മരിക്കുമ്പോൾ ഔദ്യോഗികമായി ആരംഭിച്ചിരുന്നില്ല. നാഷണലിസ്റ്റ് ചൈനീസ് സേനയുടെ ഒരു സൈനിക ഉപദേഷ്ടാവായിരുന്നു ഈ ജർമ്മൻകാരൻ. 1937 ജപ്പാനീസ് സേനയ്ക്കെതിരെ ഒരു ചൈനീസ് കാലാൾപ്പട ബറ്റാലിയനെ നയിക്കുന്നതിനിടെയാണ് അദ്ദേഹം മരിച്ചത്. ചരിത്ര രേഖകൾ പ്രകാരം 1939 യൂറോപ്യൻ സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് 1937 ആരംഭിച്ച രണ്ടാം ചൈനീസ് ജാപ്പാനീസ് യുദ്ധത്തിലാണ് ഇത് സംഭവിച്ചത്. 3. കൈറ്റൻ എന്ന ചാവേർ അന്തർവാഹിനി ഉൾപ്പെടെ യുദ്ധസമയത്ത് ജപ്പാൻ ഒന്നിലധികം തരം ചാവേർ ആക്രമണങ്ങൾ നടത്തി. ഇവയിൽ ഏകദേശം 100 എണ്ണം ഉപയോഗിച്ചു. അതിൽ ഏറ്റവും പ്രശസ്തമായത് USS അണ്ടർഹിൽ മുക്കുന്നതിന് ഉപയോഗിച്ചതാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയുടെ ബക്ലി ക്ലാസ് ഡിസ്ട്രോയർ എസ്കോട്ടായിരുന്നു USS അണ്ടർഹിൽ. 1943 നിർമ്മിച്ച ഈ കപ്പൽ അറ്റ്ലാന്റിക്, മെഡിറ്ററേനിയൻ, പസഫിക് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 1945 ജൂലൈ 24 ഒരു ജാപ്പനീസ് കൈറ്റൻ ടോർപിഡോയുടെ ചാവേർ ആക്രമണത്തിൽ മുങ്ങുന്നത് വരെ. 4. 2005 ഹവായ് സർവകലാശാലയിലെ ഗവേഷകൻ ഹവായിയൻ ദ്വീപായ ടാലേലോവയുടെ തീരത്ത് നിന്ന് ഒരു കൂറ്റൻ ജാപ്പനീസ് അന്തർവാഹിനിയായ I-401 സബ്മറൈൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. പനാമ കനാൽ ആക്രമിക്കാൻ നിർമ്മിച്ച ഇത് അടിസ്ഥാനപരമായി 400 അടി നീളമുള്ളതും 144 പേരടങ്ങുന്ന ഒരു സംഘത്തെ വഹിക്കാൻ കഴിവുള്ളതും 37,000 മൈൽ ദൂരപരിധിയുള്ളതുമായ ഒരു അണ്ടർ വാട്ടർ വിമാനവാഹിനി കപ്പലായിരുന്നു. വെള്ളം കടക്കാത്ത ഹാങ്കറിനുള്ളിൽ 3 ഒളിപ്പിച്ചു വെച്ച ബോംബറുകൾ ഉണ്ടായിരുന്നു. 4. AAF സ്റ്റാറ്റിസ്റ്റിക്കൽ ഡൈജസ്റ്റ് അനുസരിച്ച് US ആർമി എയർഫോഴ്സിന് USA-ൽ 14,903 പൈലറ്റുമാരെയും ജീവനക്കാരെയും നഷ്ടപ്പെട്ടു. യുദ്ധത്തിലല്ല, മറിച്ച് യുദ്ധസമയത്ത് 50,000-ലധികം അപകടങ്ങളുടെ ഫലമായാണ് ഇത്രയും പേര് നഷ്ടപ്പെട്ടത്. US-ൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രാമധ്യേ 1000 വിമാനങ്ങളോളം അപ്രത്യക്ഷമായെന്ന് പറയപ്പെടുന്നു. 1942-43 കാലഘട്ടത്തിൽ അവരുടെ വ്യോമനഷ്ടം വളരെ അമ്പരപ്പിക്കുന്നതായിരുന്നതിനാൽ ബോംബർ ക്രൂകൾക്ക് യൂറോപ്പിൽ 25 ദൗത്യങ്ങളുള്ള ഒരു പര്യടനം പൂർത്തിയാക്കാൻ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് വളരെ അസാധ്യമായിരുന്നു. US മറൈൻ കോർപ്സിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ പുരുഷന്മാർ US ആർമി എയർഫോഴ്സിലാണ് മരിച്ചത്. ഇനി 6ാമത്തെ കാര്യം, ഏകദേശം 1,30,000 അമേരിക്കക്കാർ യുദ്ധ തടവുകാരായി. ഏകദേശം 27,500 പേരെ ജപ്പാനീസ് തടവിലും ബാക്കിയുള്ളവരെ ജർമ്മനി തടവിലുമാക്കി. ജർമ്മൻ തടവിലായിരിക്കുമ്പോൾ 1.9% പേർ മാത്രമേ മരിച്ചുള്ളൂ. അതേസമയം 40.4% പേർ ജാപ്പാനീസ് യുദ്ധ തടവുകാരുടെ ക്യാമ്പുകളിലോ കടലിലോ ആണ് മരിച്ചത്. ഈ യുദ്ധ തടവുകാരെ വഹിച്ചുകൊണ്ടുപോയ കപ്പലുകൾ യുദ്ധ തടവുകാർ ഉണ്ടെന്നറിയാതെ മുക്കിയപ്പോൾ, അതായത് എതിർ ടീമുകൾ, സഖ്യകക്ഷികൾ മുക്കിയപ്പോഴാണ്
ഇത്രയും പേർ മരിച്ചത്. അവയ്ക്കുള്ളിൽ മനുഷ്യർ, അതായത് തടവുകാരുണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഏഴാമത്തെ കാര്യം, മ്യൂണിക്കിനടുത്തുള്ള ഡഹൗ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആദ്യമായി തുറന്നത് 1933 മാർച്ചിലാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് 6 വർഷം മുമ്പ് ക്യാമ്പ് സംവിധാനത്തിൽ ഏകദേശം 100 സബ് ക്യാമ്പുകൾ കൂടി ഉൾപ്പെട്ടുകൊണ്ട് അത് വളർന്നു. നാസികൾ വിവിധ വലിപ്പത്തിനുള്ള 40,000-ലധികം ക്യാമ്പുകൾ നടത്തി. ഇനി എട്ടാമത്തെ വസ്തുത, പോളണ്ട് ജനസംഖ്യയുടെ 20% പേർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ചു. ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും ഉയർന്ന ശതമാനമാണത്. 9. US-ലെ ഏറ്റവും പ്രായം കുറഞ്ഞ സൈനികന് വെറും 12 വയസ്സായിരുന്നു പ്രായം. ടെക്സാസിലെ ക്രോക്കറ്റിൽ നിന്നുള്ള 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ കാൽവിൻ ഗ്രഹാം നാവികസേനയിൽ ചേരാനുള്ള പ്രായത്തെക്കുറിച്ച് കള്ളം പറയുകയും പിന്നീട് ഗ്വാഡൽകനലിൽ USS സൗത്ത് ഡക്കോട്ടയിൽ വെച്ച് പരിക്കേൽക്കുകയും ചെയ്തു. തൻ്റെ പ്രായത്തെക്കുറിച്ച് കള്ളം പറഞ്ഞതിന് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹത്തിന് സൈനികന്റെ ആനുകൂല്യങ്ങൾ പിന്നീട് കോൺഗ്രസ് പുനഃസ്ഥാപിച്ചു. 10. അനഭിലഷണീയമായവ നീക്കം ചെയ്യുന്നതിനിടെ സ്റ്റാലിൻ ഹിറ്റ്ലറേക്കാൾ കൂടുതൽ ആളുകളെ കൊന്നു. അതായത് രാജ്യത്ത് ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതിൽ സ്റ്റാലിൻ ഹിറ്റ്ലറെ മറികടന്നു എന്നാണ് പറയുന്നത്. ഹിറ്റ്ലർ 12 ദശലക്ഷം പേരെ കൊന്നപ്പോൾ സ്റ്റാലിൻ ഏകദേശം 25 ദശലക്ഷം ആളുകളെ കൊന്നു. ഒരിക്കലും ഇതൊരു അഭിമാനിക്കാവുന്ന റെക്കോർഡല്ല. അതുകൊണ്ടാണ് പറയുന്നത്, യുദ്ധത്തിൽ ജയിച്ചവനും തോറ്റവനും ഹിംസ ചെയ്തവർ തന്നെയാണ്. ആരാണ് ശരിയെന്നോ തെറ്റെന്നോ നിർവചിക്കുക പ്രയാസമാണ്. ജയിച്ചവൻ ചരിത്രം എഴുതി. കുറേ കാലം ജയിച്ചവൻ ഈ ചരിത്രങ്ങളിലെല്ലാം മാന്യനായിരുന്നു. അവൻ മാന്യനായി തന്നെ ജീവിച്ചു. പിന്നീട് പിൽക്കാലത്തുള്ള പല കണ്ടെത്തലുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ജയിച്ചവനും തോറ്റവനും എല്ലാം ഒരേ തൂവൽ പക്ഷികളായിരുന്നു എന്നുള്ളതാണ്.